മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ലവേഴ്സ് കാർഡാണ് കേട്ടോ. അപ്പോൾ ഈ കാർഡ് കാണിക്കാൻ പാടില്ല. അവരുടെ സോള് ഒരുപാട് ആഗ്രഹിക്കുന്നു, നിങ്ങളുമൊത്ത് മുന്നോട്ട് പോകാനാണ്. ഇതൊരു ഡിവൈൻ കണക്ഷനായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. നിങ്ങളുടെ കണക്ഷൻ ഒരു സാധാരണ കണക്ഷനല്ല, അത് നിങ്ങൾക്കും അറിയാമായിരിക്കാം. സാധാരണ ഒരു കണക്ഷനല്ല, മറ്റാരോടും തോന്നാത്തൊരു ഫീലിങ്സ് ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെടുത്ത് തോന്നുന്നത്. തിരിച്ചിപ്പോൾ ആ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളടുത്തും ഫീൽ ചെയ്യുന്നത്. അവർക്കും ആരോടും തോന്നാത്ത അത്രയും ഒരു കണക്ഷൻ തന്നെയാണ്, അത്രയും ഡീപ്പ് കണക്ഷൻ എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ കണക്ഷൻ അത്രയും ഡീപ്പ് കണക്ഷനാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുമിപ്പിച്ചത് യൂണിവേഴ്സാണ് കേട്ടോ, അതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു രണ്ട് വ്യക്തികളെയും കൂട്ടി യോജിപ്പിച്ചത് യൂണിവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ ടൈമിങ്ങിന് നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത് കേട്ടോ ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ നിങ്ങളടുത്ത് നല്ല രീതിയിൽ അവർക്ക് ഈ ഒരു സമയത്ത് എല്ലാ തരത്തിലും അവർക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്, ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് അവർക്ക് എന്നാണ് കാണുന്നത്. ഇനി മാസ്റ്റർ ഡെക്ക് വന്നിരിക്കുന്നത് നമുക്കിതിൽ 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അവർ എല്ലാ രീതിയിലും ഒരു തളർന്നൊരവസ്ഥ. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. എല്ലാവർക്കും അല്ല, ഇത് കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതുപോലെയാണ് അവരുടെ ഫീല്. നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ഫീലിലൊക്കെ മുന്നോട്ട് പോവുകയാണ് അവരെല്ലാ തരത്തിൽ ഇപ്പോൾ തളർന്നു പോയൊരവസ്ഥ. ഞാൻ പറഞ്ഞില്ല, അത്രത്തോളം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ്. അപ്പം അങ്ങനെയുള്ള അത്രയും നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നവരാണ്. പക്ഷേ എന്തോ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, ആ ഒരു ഇതിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അപ്പം അതിൻ്റേതായ തളർച്ചയും ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ നേരിടുന്ന ഒരു സിറ്റുവേഷനായിട്ടും കുറച്ച് പേർക്ക് ഫിനാൻഷ്യലി ഒക്കെ തകർന്നൊരവസ്ഥ ഈ ഒരു സമയത്ത് ഒന്നുമില്ലാതെ ആയിപ്പോയൊരവസ്ഥയിലൊക്കെ മുന്നോട്ട് പോകുന്നതായിട്ടും നമുക്കിവിടെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. കുറച്ച് പേർക്കാണത് കേട്ടോ ഫിനാൻഷ്യലി സ്റ്റക്കായി കിടക്കുന്നത്. അത് വളരെ 10% പേർക്ക് മാത്രമാണ് കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, വളരെ 10% പേർക്ക് ഇപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്യാണ്. പൈസയുടെ ഭയങ്കരമായിട്ട് അവർക്ക് എന്താ പറയുക, ഈ ഒരു സമയത്ത് ഒന്നിനും അവരുടെ കയ്യിൽ ഒന്നും എടുക്കാനില്ലാത്തൊരവസ്ഥ. സത്യത്തിൽ മുന്നോട്ട് എങ്ങനെയാണ് തള്ളി നീക്കുക എന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ, ആ ഒരു തരത്തിലാണുള്ളത്. എന്നോട്ട് അവരുടെ സിറ്റുവേഷനിൽ ഒരുപാട് സ്ട്രഗിളാണ്. അവർക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യലി ഓക്കെ അല്ല, അവർ അത്രയും ബുദ്ധിമുട്ടിലാണ് ഉള്ളതെന്നാണ് കാണുന്നത്. അതിൽ ചുരുക്കം കുറച്ച് പേര് മാനസിക വിഷമം കൊണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതാവാം. എന്തൊക്കെയോ പ്രശ്നം നിങ്ങൾക്കിടയിൽ വന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടിലുണ്ട്. ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് എന്നേക്കുമായി അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ, ആ ഒരു വിഷമത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളതെന്നാണ് കാണുന്നത്. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് എല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഏത് സിറ്റുവേഷൻ ആയാലും അതൊന്നും ഇവരുടെ മനസ്സിലില്ല ഈ ഒരു സമയത്ത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളെ തന്നെയാണ് അവരുടെ ചിന്തയിൽ വരുന്നത്.
അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനാണ് അവർ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓപ്ഷനുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ ആൾക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ചുറ്റിലും ഒരുപാട് പേര് ഈ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഡിവൈൻ കണക്ഷനായിട്ട് തോന്നുന്നതും ഈ ഒരു സമയത്ത് കേട്ടോ, നിങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ വില ശരിക്കും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെയും നോക്കിക്കാണുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്ക് ആരൊക്കെ ഈ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നത്, ഒരുപാട് പേര് ഈ വ്യക്തിയെ പുറകെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ വ്യക്തിക്ക്. പക്ഷെ അതൊന്നുമല്ല ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. അവരുടെ മനസ്സ് നിങ്ങളിൽ തന്നെയാണെന്നാണ് കാണുന്നത്. നിങ്ങളെ ഒരു ഫാമിലി പോലെയാണ് ഈ വ്യക്തി നോക്കി കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയാണ് ആൾ കാണുന്നത്. പക്ഷെ നിങ്ങൾക്കിടയിൽ അതിശക്തമായ ബ്ലാക്ക് മാജിക്കൽ നടന്നിട്ടുണ്ട്. ഇത് ഫാമിലി ചേർന്നുള്ള പണിയായിരിക്കാം. നിങ്ങളെ തീർത്തും അകറ്റാനായിട്ട് ഈ വ്യക്തി നിങ്ങളെയും ശരിക്കും നിങ്ങളെ തമ്മിൽ അകറ്റിയത്, കുറച്ച് പേർക്ക് ഇതൊരു ബ്ലാക്ക് മാജിക്കിൽ ചെയ്തിട്ട് അകറ്റിയതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്കോ നിങ്ങൾക്കോ ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ സാധിക്കുന്നില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നിങ്ങളുടെ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ ഡിവൈൻ കൂട്ടിച്ചേർത്ത ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും നിങ്ങളെ അകറ്റാൻ സാധിക്കില്ല. നിങ്ങൾ വീണ്ടും നിങ്ങൾ കണക്റ്റ് ആവുന്നു. അങ്ങനെയായിരിക്കാം നിങ്ങൾക്ക് ഇതിനു മുമ്പും ഇതുപോലെ എത്രയോ തവണ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. വീണ്ടും നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ടാവും. എത്രയൊക്കെ നിങ്ങൾക്കും ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിയണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഈ വ്യക്തിക്കും. നിങ്ങളെ വിട്ടുകളയാൻ രണ്ടു പേർക്കും പരസ്പരം പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ബ്ലാക്ക് മാജിക്കിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ വളരെ കുറച്ച് പേർക്കൊക്കെ ഇതിൽ മറ്റ് വ്യക്തിയുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ഇതിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ കൂടി ആയിരിക്കും പോകുന്നത്. ചിലപ്പോൾ ഇതൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും ഇതിൽ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്കിലും രണ്ടുപേരും വിട്ടുകളയുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് പോകുന്നത് കാര്യങ്ങൾ. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നവരായിരിക്കാം കേട്ടോ. നല്ല രീതിയിൽ നിങ്ങൾ ശരിക്കും എന്തൊക്കെ വിളിച്ചാലോ, എന്തൊക്കെ നിങ്ങളെ കൂടെയുള്ളപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് പരസ്പരം വേണ്ടാന്ന് വരെ നിങ്ങൾ വെക്കുന്നുണ്ടാവാം. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് ഡിവൈൻ കണക്ഷനാണ്. ഒരിക്കലും നിങ്ങളെ വേർപ്പെടുത്താൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കണക്ഷൻ ഒഴിയാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ പോലും അവർ ഇതിലൊരു ബാലൻസ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. 8 ഓഫ് ഷോർട്സ് ആണ്. പെട്ടെന്ന് അവരുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇത്രയും പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി വരും. അവരുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് സ്നേഹമാണ് ഈ ഒരു സമയത്ത് കേട്ടോ. ആരോടും തോന്നാത്ത അത്രയും സ്നേഹമാണ് ഇപ്പോൾ നിങ്ങളെടുത്ത് അവർക്കുള്ളത്. ഇത് കണ്ടോ, 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമൊത്തുള്ള ഒരു കുടുംബ ജീവിതം. നിങ്ങളുമൊത്ത് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ അടങ്ങുന്ന ബന്ധമായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. ഇവിടെ കണ്ടോ, 10 ഓഫ് പെൻറ്റിക്കിൾസും വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. സാധാരണ ഒരു ബന്ധമല്ല ഇത്. നിങ്ങളെ പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞത് ഇത് ഡിവൈൻ കണക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ 2 കാർഡും ഒരുമിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണക്ഷൻ അങ്ങനെ ഒരിക്കലും ഇനി ആരൊക്കെ ഇത് തകർത്താൻ നോക്കിയാലും അങ്ങനെ തകരുന്ന ഒരു ബന്ധമല്ല ഇത്. ഇത് മുന്നോട്ട് ജീവിത അവസാനം വരെ നിങ്ങൾക്കിടയിൽ തന്നെ വഴക്കുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് കുറയുന്നില്ല. അപ്പോഴും എത്രയൊക്കെ പ്രശ്നം നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ വ്യക്തിയെടുത്ത് വഴക്കിടുമ്പോഴും അവർ നിങ്ങളെടുത്ത് വഴക്കിടുന്ന സമയത്തും നിങ്ങൾ വീണ്ടും കണക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. നിങ്ങൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയെടുത്തുനിന്ന്, ഇതിൽ നിന്നും ഞാൻ പൂർണ്ണമായിട്ട് ഒഴിയുന്നു. അതുപോലെ തന്നെ അവരും പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ഒഴിയാൻ പറ്റില്ല. അതാണ് ഈ ഒരു കണക്ഷൻ്റെ പ്രത്യേകത. ഈ ഒരു സമയത്ത് അവർ ഫുള്ള് സ്ട്രെസ്സാണ്. അവർക്ക് എന്ത് തീരുമാനം എടുക്കണം ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്.
അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് വീൽ ഓഫ് ഫോർച്യൂൺ അതുപോലെ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒന്നുമല്ല ചിന്ത. ഇപ്പം നിങ്ങളെ തന്നെയാണ്, ഭയങ്കര നിരാശയിലാണ്, നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ഒരു നിരാശയിൽ കൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു മാറ്റത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാസ്റ്റർ ഡക്കായിട്ട് വന്നിരിക്കുന്നതും നമുക്ക് 5 ഓഫ് ഷോർട്സ് ആണ്. നിങ്ങൾ തമ്മിൽ ഭയങ്കരമായ വഴക്കുണ്ടാക്കുന്നവരായിട്ടാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെ നിങ്ങളുടെ വ്യക്തി ഒരുപാട് നിങ്ങളെ കുത്തി നോവിച്ച വ്യക്തിയായിരിക്കാം. അപ്പം അതിൻ്റെ ഒരു കുറ്റബോധം ഈ വ്യക്തിയെ വേട്ടയാടുന്നു എന്നതാണ് കാണുന്നത്. ഒരുപാട് നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയ വ്യക്തിയായിരിക്കാം. ചില സാഹചര്യത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, ചില സാഹചര്യത്തിലെല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ വ്യക്തിയായിരിക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് വേറെയും കുറച്ച് പേർക്ക് ഇത് ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് രാത്രിയിൽ ഉറക്കം പോലും വരുന്നില്ല എന്നും നിങ്ങളുടെ ചിന്ത മാത്രമാണ്. അതുപോലെ ഇത് കണ്ടോ, മജീഷ്യനാണ്. നിങ്ങളെ നേടിയെടുക്കാനായിട്ട് ഈ വ്യക്തി ഏതറ്റം വരെ പോകും എന്നുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത് ഇപ്പോൾ. കാരണം നിങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ടാവും വ്യക്തി. അപ്പോൾ അതിനൊക്കെ ആൾക്കൊരു കുറ്റബോധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു സോറി പറയാനിപ്പോൾ മടിയില്ല ആൾക്ക്. പക്ഷേ നിങ്ങൾ ഒരുമിക്കുന്ന സമയത്ത് വീണ്ടും വഴക്ക് വരുന്നു. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ പോകുന്ന സമയത്തല്ല നിങ്ങൾ, പക്ഷേ രണ്ടുപേർക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും അതാണ് ഇതിൽ മെയിൻ കാണുന്നതാണ്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെയാണ് അവരുടെ ഉദ്ദേശം, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊക്കെ അവർ കുറച്ച് പേർക്ക് മാത്രം ഭയങ്കര ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ വഴക്കും തെറിവിളിയും ഒക്കെയുള്ള ഒരു കണക്ഷനാണ് ഇതെന്നാണ്. എല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല, കുറച്ച് പേർക്ക് മാത്രമായിരിക്കാം ഈ ഒരു റീഡിങ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അതുമായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവർ, പാലക്കാട്, തിരുവനന്തപുരം ആണ് വന്നിരിക്കുന്നത്. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. കൊല്ലം W1111 നിങ്ങൾ ഈ ഒരു സമയം കാണുന്നുണ്ടാകാം. ബ്ലൂ കളർ അശ്വതി, ഒക്ടോബർ, ജൂൺ മാസം. ലെറ്റർ A കാസർഗോഡ്, ബ്യൂട്ടീഷ്യൻ. ലെറ്റർ O, ലെറ്റർ G തൃക്കേട്ട, കോഴിക്കോട്. ഫെബ്രുവരി, ഡിസംബർ, എറണാകുളം. ജനുവരി, ലെറ്റർ E, N അത്തം. ലെറ്റർ S ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. പൂരുരുട്ടാതി നക്ഷത്രം, മാരേജ് എന്ന് കിട്ടിയിട്ടുണ്ട്. കാർത്തിക. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നന്ദി.